നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 1 ബുധൻ 2025. വാർത്തകളിലേക്ക്. പുതുവർഷം പിറന്നു. 2025 പ്രതീക്ഷയോടെ വരവേറ്റ് ലോകം. ഏവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. പുതുവത്സര ദിനത്തിൽ ആശംസകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജാതിമത വർഗഭേദമന്യേ ഏവരും ഒത്തൊരുമിക്കുന്നു എന്നതാണ് പുതുവർഷത്തിന്റെ പ്രത്യേകതയെന്നും അതുതന്നെയാണ് ആ ദിനം പകരുന്ന മഹത്തായ സന്ദേശമെന്നും ആശംസാക്കുറിപ്പിലൂടെ മുഖ്യമന്ത്രി അറിയിച്ചു. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് പുതുവത്സരാശംസകൾ നേർന്ന് സ്ഥാനമൊഴിഞ്ഞ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഐക്യവും സുരക്ഷിത ബോധവും ശക്തിപ്പെടുത്തിയും ചിന്തയിലും പ്രവൃത്തിയിലുള്ള ഒരുമയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാനം വർദ്ധിച്ച പുരോഗതിയും സമൃദ്ധിയും കൈവരിക്കുന്ന വർഷമാകട്ടെ 2025 എന്ന് ആശംസിക്കുന്നുവെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദേശത്തിൽ പറഞ്ഞു. മലയാള ഭാഷാ പ്രതിജ്ഞ നമുക്കായി തയ്യാറാക്കി തന്ന വ്യക്തിയും തുഞ്ചൻ പറമ്പിനെ ലോകത്തെങ്ങുമുള്ള സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രമാക്കി വളർത്തിയ വ്യക്തിയുമാണ് MD എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. MD വാസുദേവൻ നായർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എല്ലാവരുടെയും പോലെ താനും ഏറെ വേദനയോടെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതെന്നും MD ആരായിരുന്നുവെന്ന് ചിന്തിക്കാനുള്ള ഘട്ടമാണിതെന്നും മുഖ്യമന്ത്രി അനുസ്മരണ പ്രസംഗത്തിൽ പറഞ്ഞു. ഗുരുദേവൻ സനാതന ധർമ്മി അല്ലെന്നുള്ള പിണറായി വിജയന്റെ പ്രസ്താവന വിവരക്കേടാണെന്നും ശ്രീനാരായണ ഗുരുവിന്റെ സന്നിധിയിൽ പോയി സനാതന ധർമ്മത്തെ വിമർശിക്കുന്ന പിണറായി വിജയന്റെ നിലപാട് അപക്വവും മുതിർന്ന രാഷ്ട്രീയ നേതാവിനും മുഖ്യമന്ത്രി പദവിക്കും യോജിച്ചതല്ലെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ഉമാ തോമസ് MLAക്കുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി. ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് എൻവിയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഫോറം അതിഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായതെന്നും തികഞ്ഞ ലാഘവത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും പ്രസിഡന്റ് ഡിജോ കാപ്പൻ പരാതിയിൽ ആരോപിക്കുന്നു. ഉത്തരവാദികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കണമെന്നും ചീഫ് സെക്രട്ടറിക്കുള്ള പരാതിയിൽ പറയുന്നു. മെഗാ ഈവന്റ് സംഘടിപ്പിക്കാൻ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത ഉദ്യോഗസ്ഥർക്കും GCDAയ്ക്കും ഉണ്ടായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പരിപാടിയുടെ സംഘാടനത്തിൽ പിഴവുണ്ടായെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നെന്നും ചെന്നിത്തല പറഞ്ഞു. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മൃദംഗ വിഷന്റെ മെഗാ നൃത്തപരിപാടിയുടെ സംഘാടകമായി ഉണ്ടാക്കിയത് വാണിജ്യ ഇടപാട് മാത്രമാണെന്നും വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കരുതെന്നും കല്യാൺ സിൽക്ക് മൃദംഗം നാദം പരിപാടിയുടെ സംഘാടകർ 12,500 സാരിയുടെ ഓർഡറാണ് നൽകിയെന്നും പ്രസ്തുത പരിപാടിക്ക് വേണ്ടി മാത്രം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഡിസൈൻ ചെയ്ത് ഓരോ സാരിക്കും 390 രൂപ വീതമാണ് വാങ്ങിയതെന്നും എന്നാൽ പിന്നീടാണ് സംഘാടകർക്ക് ഒരു സാരിക്ക് 1,600 വീതമാണ് ഈടാക്കിയതെന്ന് അറിയുന്നതെന്നും കല്യാൺ സിൽക്ക് വിശദീകരിച്ചു. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ MLA ഉമാ തോമസിന് അപകടമുണ്ടാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസിൽ അറസ്റ്റിലായ 3 പ്രതികൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചു. മൃദംഗ വിഷൻ CEO ഷമീർ, ഈവന്റ് കമ്പനി മാനേജർ കൃഷ്ണകുമാർ, ബെന്നി എന്നിവർക്കാണ് ഇടക്കാല ജാമ്യം ലഭിച്ചത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി വരാനിരിക്കെ കൊല്ലപ്പെട്ട ശരത്ലാലിനെയും കൃപേഷിനെയും സാമൂഹ്യ മാധ്യമങ്ങളുടെ മോശമായി ചിത്രീകരിക്കുന്നതിനെ CPM ഉദുമ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതിയുമായി കുടുംബങ്ങൾ. CPM ഉദുമ ഏരിയ സെക്രട്ടറി മധു മുതിയാക്കാൽ, അഖിൽ പുലിക്കോടൻ എന്നിവർക്കെതിരെ ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണനും കൃപേഷിന്റെ പിതാവ് കൃഷ്ണനുമാണ് പരാതി നൽകിയത്. സംസ്ഥാനത്ത് പോലീസിൽ വൻ അഴിച്ചുപണി. തിരുവനന്തപുരം കമ്മീഷണർ സ്പർജൻ കുമാർ IPSനെ ഇന്റലിജൻസ് IG ആയി നിയമിച്ചു. ആഭ്യന്തര സുരക്ഷാ IG ചുമതലയും അദ്ദേഹത്തിനായിരിക്കും. ഉത്തരമേഖല IG ആയിരുന്ന K. സതിരാമൻ IPSനെ പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിച്ചു. പകരം രാജ്പാൽ മീണ IPS ആണ് ഉത്തരമേഖല IG. ജയനാഥ് IPSനെ മനുഷ്യാവകാശ കമ്മീഷൻ IG ആയി നിയമനം നൽകി. കാളിരാജ് മഹേഷ് കുമാർ IPSനെ ഗതാഗത സുരക്ഷ IG ആയും ചുമതലപ്പെടുത്തി. S. സതീഷ് ബിനു IPS പുതിയ എറണാകുളം റേഞ്ച് DIG. തൃശൂർ റേഞ്ച് DIG ആയിരുന്ന തോംസൺ ജോസ് IPSനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമനം നൽകി. യതീഷ് ചന്ദ്ര GH IPSനെ കണ്ണൂർ റേഞ്ച് DIG ആയും ഹരിശങ്കർ IPSനെ തൃശൂർ റേഞ്ച് DIG ആയും സ്ഥാനക്കയറ്റം നൽകി. K. കാർത്തിക് IPSന് വിജിലൻസ് DIG ആയി സ്ഥാനക്കയറ്റം ലഭിച്ചു. വിജിലൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് IG ചുമതലയും ഇദ്ദേഹത്തിനാണ്. നാരായണൻ T. IPSന് DIG ആയും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായും സ്ഥാനക്കയറ്റം നൽകി. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു തോമസിനെ കുറിച്ച് നടത്തിയ പരാമർശം നിഷേധിച്ച് MM മണി. സാബുവിന് മാനസിക പ്രശ്നമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ MM മണി എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നുവെന്ന് പരിശോധിക്കണമെന്നും പറഞ്ഞു. നിലപാടിൽ മാറ്റുമെന്ന് പറഞ്ഞ MM മണി VR സജിക്ക് തെറ്റുപറ്റുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. ശബരിമല ദർശനത്തിനായി കാനനപാത വഴി വരുന്ന ഭക്തർക്ക് നൽകുന്ന പ്രത്യേക പാസ് നിർത്തലാക്കി. വർദ്ധിച്ചു വരുന്ന തിരക്ക് പരിഗണിച്ചാണ് ദേവസ്വം ബോർഡിന്റെ ഈ തീരുമാനം. ഇന്നലെ പ്രതീക്ഷയിലും 5 ഇരട്ടി ആളുകളാണ് കാനനപാത വഴി എത്തിയെന്നും ഈ സാഹചര്യത്തിൽ പ്രത്യേക പാസ് താൽക്കാലികമായി മാത്രമാണ് നിർത്തലാക്കുന്നതെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിന്റെ മുൻ പബ്ലിക്കേഷൻ മേധാവി AV ശ്രീകുമാറിനെ 1ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. BNS 316, 318 വകുപ്പുകൾ, IT ആക്ട് 79 അടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് സന്നദ്ധ അറിയിച്ചതുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൂടിക്കാഴ്ച തുടങ്ങും.
50 വീടുകളിൽ കൂടുതൽ നിർമ്മിക്കാമെന്ന് വാഗ്ദാനം ചെയ്തവരെയാണ് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി കാണുന്നത്. കർണാടക സർക്കാരിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രതിനിധികൾ യോഗത്തിനെത്തും. മുസ്ലിം ലീഗ്, ഡിവൈഎഫ്ഐ സംഘടനകളുടെയും കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജനെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി MP രാജേഷ്. എക്സൈസ് കമ്മീഷണർ സ്ഥലം മാറ്റ പ്രൊമോഷൻ ട്രാൻസ്ഫർ ആണെന്നും MP രാജേഷ് പറഞ്ഞു. വാർത്ത വന്നത് ദുരിതാശ്വാസമാണെന്നും എല്ലാത്തിനും അതിരും പരിധിയുമുണ്ടെന്നും MP രാജേഷ് പറഞ്ഞു. സ്കൂളുകളിലെ പഠനയാത്രയിൽ വിദ്യാർത്ഥിനികൾക്ക് അകമ്പടിയായി പോകുന്ന അധ്യാപകരുടെയും PTA അംഗങ്ങളുടെയും യാത്രാ ചെലവ് കുട്ടികളിൽ നിന്ന് ഈടാക്കാൻ പാടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ. പഠനയാത്രയ്ക്ക് എല്ലാ കുട്ടികളും പ്രാപ്യമായ രീതിയിൽ തുക നിശ്ചയിക്കേണ്ടതാണെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് S ഒപ്പിട്ട സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ഉത്തരവാദക്കേസ് പ്രതി സൂരജിന്റെ അമ്മ രേണുകയ്ക്ക് ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. സൂരജ് പരോൾ ലഭിക്കാനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ തിരുത്തൽ വരുത്തിയെന്ന് ആരോപിച്ച് പോലീസ് അമ്മയ്ക്കെതിരെ കേസെടുത്തിരുന്നു. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും 1 ലക്ഷം രൂപയുടെ ബോണ്ട് കെട്ടിവെക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കാസർഗോഡ് ചയ്യോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ 46 വിദ്യാർത്ഥികളെ ഇതുവരെ ആശുപത്രിയിൽ പ്രവേശിച്ചു. കാഞ്ഞങ്ങാട് ലോക്കൽ അസോസിയേഷന്റെ കീഴിലാണ് 240 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. എറണാകുളം മാറമ്പള്ളി EMS കോളേജിൽ വാഹനങ്ങളുടെ മുകളിൽ അഭ്യാസപഠനം നടത്തിയുള്ള ക്രിസ്മസ് ആഘോഷ നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. 3 ഡ്രൈവർമാരുടെ ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കൂടുതൽ പേർക്കെതിരെ വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകും. KSRTCയിൽ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ സർവീസ് ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിലെ ജനങ്ങൾക്കുള്ള പുതുവത്സര സമ്മാനമാണ് പുതിയ ബസ് എന്ന് മന്ത്രി പറഞ്ഞു. കരിപ്പൂർ വിമാനത്താവളത്തെ വികസനത്തിന്റെ മാസ്റ്റർ പ്ലാനിന് സർക്കാർ അംഗീകാരം ലഭിക്കുന്നവരെ കെട്ടിട നിർമ്മാണത്തിലുള്ള NOCയിൽ നൽകാമെന്നും മന്ത്രി V അബ്ദുൾ റഹ്മാൻ. സർക്കാർ അംഗീകാരം നൽകുന്നതിന് മുമ്പ് NOC നിഷേധിക്കേണ്ടതില്ലെന്നും ഇക്കാര്യത്തിൽ തീരുമാനം സർക്കാർ തലത്തിൽ കൈക്കൊണ്ട് അറിയിക്കുമെന്നും വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട കളക്ടർ ചേംബറിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ മന്ത്രി പറഞ്ഞു. തൃശൂർ പാലിയം റോഡിൽ സ്വദേശി ലിവിൻ തൃശൂർ ജില്ലാ ആശുപത്രി സമീപം കുത്തേറ്റു മരിച്ചു. സംഭവത്തിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ 14 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസിൽ ചെന്നൈ പോലീസിന്റെ വാദം പിന്തുണച്ച് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ. വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച പുതിയ ഗ്ലാസ് ബ്രിഡ്ജ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു. താഴെ കടലിന്റെ മനോഹാരിത ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിൽ മികച്ച ദൃശ്യാനുഭവം നൽകുന്ന രീതിയിലാണ് പാലത്തിന്റെ നിർമ്മിതി. വില്ലിന്റെ രൂപത്തിൽ നിർമ്മിച്ച പാലത്തിന്റെ വീഡിയോ സ്റ്റാലിൻ തന്നെ Xൽ പങ്കുവച്ചു. മണിപ്പൂരിനെ പിടിച്ചുകുലുക്കിയ വംശീയ ആക്രമണങ്ങൾ സംസ്ഥാനത്തെ ജനങ്ങളോട് പുതുവത്സര തലേന്ന് ഖേദം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി N ബിരേൻ സിംഗ്. നല്ല സംഭാഷണങ്ങൾ നടക്കുന്ന കുടുംബങ്ങൾ മാത്രമാണ് മാതൃകാ കുടുംബങ്ങളെന്നും മൊബൈൽ ഫോണുകൾ മാറ്റിവെച്ച് കുടുംബങ്ങൾ പരസ്പരം സംസാരിക്കണമെന്നും ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റും ഫോണിൽ നോക്കിയിരിക്കാതെ കുടുംബാംഗങ്ങൾ തുറന്ന് സംസാരിക്കണമെന്നും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് മാർപ്പാപ്പ പറഞ്ഞു. സന്തോഷ് ട്രോഫിയിൽ ബംഗാളിന് 33ാം കിരീടം. ഇന്നലെ നടന്ന ഫൈനലിൽ എക്സ്ട്രാ ടൈമിൽ നേടിയ 1 ഗോളിന് കേരളത്തെ തോൽപ്പിച്ചാണ് ബംഗാൾ കിരീടത്തിൽ മുത്തമിട്ടത്. നിശ്ചിത സമയത്ത് ഗോൾ രഹിത സമനിലയിലൂടെയാണ് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയത്. ഈ ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായ റോബി ഹാൻസ്ദെയാണ് ബംഗാളിന്റെ വിജയ ഗോൾ നേടിയത്. മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് 375 കോടി രൂപയ്ക്ക് ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോമായ കാർക്കിനോസിനെ ഏറ്റെടുത്തു. ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതും ഓരോ രോഗനിർണയത്തിനും സാങ്കേതിക വിദ്യാധിഷ്ഠിതമായ പരിഹാരം നൽകുന്ന കമ്പനിയാണ് കാർക്കിനോസ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.